നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയ. പ്രധാന വാർത്തകൾ. ആറളം ഫാമിൽ ഭൂമിയില്ലാത്ത 32 മുസ്ലിം കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രന്റെ പ്രഖ്യാപനമെത്തി. പകരം ഭൂമി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യത്തിന് വില അനുദിനം വർദ്ധിക്കുന്നു. കേരളം മദ്യത്തിന്റെ പിടിയിൽ. കീഴൂർ നിവാസികളുടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പാലാപ്പറമ്പിൽ കോടികൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള ടാങ്ക് ജലവിതരണം ആരംഭിക്കാതെ അനിശ്ചിതത്വത്തിൽ. വാർത്തകൾ വിശദമായി. ആറളം ഫാമിലെ ഭൂമി നഷ്ടപ്പെടുന്ന 32 മുസ്ലിം കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകുന്നത് സംബന്ധിച്ച് സിപിഐ പേരാവൂർ മണ്ഡലം കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ച് പകരം ഭൂമി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയതായി റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രൻ സിപിഐ പേരാവൂർ മണ്ഡലം സെക്രട്ടറി കെ. ഷാജിയെ അറിയിച്ചു. ന്യൂസ് ടൈമിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആറളം ഫാമിൽ താമസിക്കുന്ന 32ഓളം ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമി അനുവദിക്കണമെന്ന വളരെ വർഷക്കാലത്തെ അവരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ആറളം ഫാമിൽ 32 മുസ്ലിം കുടുംബങ്ങൾക്ക് ആശ്വാസമായി റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രന്റെ ഇടപെടൽ. ഫാമിലെ ഭൂമിയില്ലാത്ത 32 മുസ്ലിം കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ കളക്ടർക്ക് മന്ത്രി കെ.പി. രാജേന്ദ്രൻ നിർദ്ദേശം നൽകി. നീണ്ട വർഷത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പരിഹാരമായി റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനമെത്തി. ആറളം ഫാമിലെ ഭൂരഹിതരായ 32 മുസ്ലിം കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകാൻ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിയുടെ ഉത്തരവ് വന്നു. മന്ത്രിയുടെ ഈ തീരുമാനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫാം സ്വദേശി ജലീൽ പറഞ്ഞു. 1952 മുതലുള്ള താമസക്കാരെ ഞങ്ങള്. അപ്പോൾ അന്നത്തെ കാലത്തെ ആദിവാസികളെയും പിന്നെ അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുറിച്ച് വിഭാഗങ്ങളെ അവരെ വിയറ്റ്നാമിൽ 5 ഏക്കർ വീതം സ്ഥലം കൊടുത്തിട്ടാണ് അവരെ മാറ്റിപ്പാർപ്പിച്ചത്. അതേപോലെയൊക്കെയാണെങ്കിലും നമുക്ക് സന്തോഷം തന്നെ. പേരാവൂർ കോടഞ്ചാൽ വേക്കളത്ത് റബ്ബർ തോട്ടത്തിൽ ഐസ്ക്രീം ബോംബുകൾ കണ്ടെത്തിയെന്ന് വ്യാജ സന്ദേശം. സ്ഥലത്ത് പരിശോധന നടത്തിയ ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത് ബോംബല്ലെന്ന് സ്ഥിരീകരിച്ചു. വേക്കളത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ചിരട്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച നിലയിലായിരുന്ന ഐസ്ക്രീം ബോംബുകൾ വ്യാജമാണ്. ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് രാവിലെ 7:30 ഐസ്ക്രീം ബോളുകൾ കണ്ടത്. തുടർന്ന് പേരാവൂർ പോലീസിൽ വിവരമറിയിച്ചു. പേരാവൂർ SI KV പ്രമോദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ബോംബുകൾ കസ്റ്റഡിയിലെടുത്തു. ബോംബ് സ്ക്വാഡിനെ പോലീസ് വിവരമറിയിച്ചു. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഐസ്ക്രീം ബോളിനുള്ളിൽ ജെല്ലിപ്പൊടി നിറച്ചതാണെന്ന് കണ്ടെത്തി. കീഴൂർ നിവാസികളുടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച പാലാപ്പറമ്പിലെ കുടിവെള്ള ടാങ്ക് ലക്ഷ്യം കാണാതെ അനിശ്ചിതാവസ്ഥയിലാണ്. കീഴൂർ മേഖലയുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ 20 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള പാലാപ്പറമ്പ് ടാങ്കിൽ നിന്നുള്ള ജലവിതരണം പ്രവർത്തനക്ഷമമാകണം. 2 വർഷം മുമ്പാണ് പാലാപ്പറമ്പിലെ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായത്. എന്നാൽ ഇതുവരെയും ജലവിതരണം ആരംഭിച്ചിട്ടില്ല. കീഴൂർ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായാണ് 2002 ടാങ്ക് നിർമ്മാണം ആരംഭിച്ചത്. കീഴൂർ ചാവശ്ശേരി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമാണിത്. തുടക്കത്തിൽ 4.37 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചത്. 8 വർഷമായപ്പോഴേക്കും നിർമ്മാണം പൂർത്തീകരിക്കാൻ ചെലവ് 5.30 കോടി രൂപയോളമായി. 10 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന അഞ്ചരക്കണ്ടി പെർളശ്ശേരി പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ചാവശ്ശേരി പറമ്പിൽ സ്ഥാപിച്ച കൂറ്റൻ ടാങ്കിൽ സംഭരിക്കുന്ന വെള്ളം പിന്നീട് പലാപ്പറമ്പിലെ ടാങ്കിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടിരുന്നു. 20 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് പലാപ്പറമ്പിലെ ഈ ടാങ്ക്. വേനൽ രൂക്ഷമാകുന്നതോടെ കീഴൂരിലെ ജനങ്ങൾ ദുരിതാവസ്ഥയിലാണുള്ളത്. കോടികൾ മുടക്കി നിർമ്മിച്ച ടാങ്ക് പ്രയോജനമില്ലാതെ കടന്നു പോകുന്ന അവസ്ഥയിലും. കീഴൂർ പഞ്ചായത്തിൽ 110 ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചാൽ ജലവിതരണം തുടങ്ങാനാകുമെന്ന് ജല അതോറിറ്റി അധികൃതർ പറയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും ഇരിക്കൂറിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശമുണ്ടായി. കനത്ത കാറ്റിൽ വൈദ്യുതി തൂണുകൾ തകർന്നതിനാൽ ഈ പ്രദേശത്ത് 2 ദിവസത്തോളം വൈദ്യുതി ബന്ധവും താറുമാറായി. കോളോത്ത് പുഴയോരത്ത് കൃഷി ചെയ്ത 2500ഓളം നേന്ത്രവാഴകൾ കാറ്റിൽ മുഴുവനായും നശിച്ചു. കൊടുംചൂടിന് ആശ്വാസമായി പെയ്ത വേനൽ മഴയിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. കാറ്റിൽ വൈദ്യുതി വിതരണവും പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊടോളിപ്പുറത്തെ ജയരാജൻ, VK മനോഹരൻ, കൊമ്പിലാത്ത് നാരായണൻ എന്നിവരുടെ കൂട്ടുകൃഷിയായ 2500ഓളം കുലച്ച വാഴകളും മരച്ചീനികളുമാണ് പൂർണ്ണമായും നശിച്ചത്. പടിയൂർ ഗോപകുമാർ എസ്റ്റേറ്റിന് സമീപം 300ഓളം റബ്ബർ മരങ്ങൾ കാറ്റിൽ നശിച്ചു. കാർഷിക നഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കൃഷി ഓഫീസർ K. ഗോവിന്ദൻ, കൃഷി അസിസ്റ്റന്റ് P. രാജേഷ്, VK മുഹമ്മദ്, KK കുഞ്ഞിമായൻ തുടങ്ങിയവർ സന്ദർശിച്ചു. വെള്ളർവള്ളി ശ്രീ ആത്തിലേരി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ വ്യാഴാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി.
കുന്നോത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിച്ചു. ബുധനാഴ്ച നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് ആചാര്യവരണം, പുണ്യാഹം, ദീപാരാധന, പ്രസാദശുദ്ധി എന്നിവ നടന്നു. നവീകരണ കലശം വെള്ളിയാഴ്ച സമാപിക്കും. ഇനി അറിയിപ്പുകൾ. മീത്തലെ പുന്നാട് UP സ്കൂൾ വാർഷികം വെള്ളിയാഴ്ച നടക്കും. കുയിലൂർ കുന്നോത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ കളിയാട്ട് മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. പഴശ്ശിരാജ സ്മാരക വായനശാല കെട്ടിടം വട്ടോളിയിൽ വെള്ളിയാഴ്ച 4-ന് K. ഇസ്മായിൽ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ക്ഷീരസംഗമം 20-21 തീയതികളിൽ കിഴക്കേ കതിരൂരിൽ നടക്കും. വൈദ്യുതീകരിക്കാത്ത വീടുള്ള എല്ലാ കാർഡുടമകൾക്കും ഈ മാസം 7 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിച്ച വീടുള്ള കാർഡുടമകൾക്ക് 2 ലിറ്റർ മണ്ണെണ്ണയും അതത് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കും. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും 1/4/2010 മുതൽ 31/3/2011 വരെയുള്ള കാലത്തേക്ക് ഫീസ് പിരിക്കുന്നതിനുള്ള അവകാശം 20/3/2010 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച വിവരം സെക്രട്ടറി അറിയിച്ചു. ചരമം. മീത്തലെ പുന്നാട് ചാത്തോത്ത് വീട്ടിൽ കൊയ്ത്തി കോമത്ത് രോഹിണിയമ്മ നിര്യാതയായി 78 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറളം ഫാമിൽ ഭൂമിയില്ലാത്ത 32 മുസ്ലിം കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി റവന്യൂ മന്ത്രി KP രാജേന്ദ്രന്റെ പ്രഖ്യാപനമെത്തി. പകരം ഭൂമി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യത്തിന്റെ വില അനുദിനം വർദ്ധിക്കുന്നു. കേരളം മദ്യത്തിന്റെ പിടിയിൽ. കീഴൂർ നിവാസികളുടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പാലാപ്പറമ്പിൽ കോടികൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള ടാങ്ക് ജലവിതരണം ആരംഭിക്കാതെ അനിശ്ചിതത്വത്തിൽ. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.